നീ അങ്ങോട്ട് നോക്കി. നല്ല ഒന്നാം തരം പെൻഷൻ എഴുതുക, ഇഷ്ടം പോലെ തിന്ന ആളുകൾ, എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് എന്തോന്നാണോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒന്നും കൊടുക്കട്ടെ സാറേ, ഇവനെ സൂക്ഷിക്കണം. ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വന്നില്ല, അതുകൊണ്ട് പൂർണ്ണമായി കാര്യങ്ങൾ പറയാറായില്ല. എന്നാൽ ഇതുവരെയുള്ള ഫലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയമുണ്ടായെന്നാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ കാണിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന കാര്യം വളരെ ഗൗരവമായി LDF എന്ന നിലയിലും പാർട്ടി എന്ന നിലയിലും പരിശോധിക്കും. എന്നിട്ട് ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുക. അത് മാത്രമാണ് കോമഡി എന്നാണ് കരുതുന്നത്. ഇത്തരമൊരു ഒരു കാര്യമാണ്, വികസന പ്രവർത്തനങ്ങൾക്ക് ജനക്ഷേമ പരിപാടികൾക്കും വോട്ട് കിട്ടുമെങ്കിൽ ഒരു കാരണവശാലും LDF പരാജയപ്പെടാൻ പാടുള്ളൂ. അതിന് മാത്രം വികസന പ്രവർത്തനം നമ്മുടെ ജില്ലയിലടക്കം ക്ഷേമപ്രവർത്തനം, പെൻഷൻ എല്ലാം കൃത്യതയോടുകൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിക്കുന്ന ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണവിരുദ്ധ വികാരമെന്നൊന്നും പറയാറായില്ല. അതെന്താണ്, അതൊക്കെ പാർട്ടി നേതൃത്വം പരിശോധിച്ചിട്ട് പറഞ്ഞോളൂ. മണ്ഡലത്തിൽ രാജാക്കാട് പഞ്ചായത്ത് ഉൾപ്പെടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പോയിട്ടുണ്ടാവും LDFന് ഭരണം നഷ്ടപ്പെടും. ആയിക്കോട്ടെ. എന്റെ മണ്ഡലത്തിൽ 10 പഞ്ചായത്തും പോയോ? അല്ല, രാജാക്കാട് പഞ്ചായത്താ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി തവണ നമ്മളെ പറ്റിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ, അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. അത് ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്ക് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശബരിമല വിഷയമൊന്നും അല്ലെന്നേ. ശബരിമല വിഷയത്തെ നമ്മളെന്നെ ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾക്കാണ് ഇന്ന് രക്ഷയെന്നാണ് കാണിക്കുന്നത്. ഞങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വിധി വന്നതെന്ന് ഞങ്ങൾ സൂക്ഷ്മമായി എല്ലാ അർത്ഥത്തിലും പരിശോധിക്കും. അത് പരിശോധിക്കാതെ ഞാനിപ്പോൾ വ്യക്തിപരമായി എന്തെങ്കിലും പറയുന്നത് ശരിയല്ലോ. തോൽവി തന്നെ, അത് തോറ്റത്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഞങ്ങളുടെ പാർട്ടിയും LDFും പരിശോധിക്കും. ഇടുക്കി ജില്ലയിലെ കാര്യവും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞങ്ങളുടെ പാർട്ടിയും വിശദമായി പരിശോധിക്കും. ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പെശ വന്നിട്ടുണ്ടോ, അഥവാ LDFന്റെ പ്രവർത്തനങ്ങളിലാണോ, അഥവാ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലാണോ, ഇതെല്ലാം പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ്. അതാണല്ലോ ഞങ്ങളുടെ രീതി. അതാണ് അതിപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയെപ്പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അതൊക്കെ വിശദമായി നോക്കാം. ഏതായാലും തോൽവിയാണ്, അത് സമ്മതിക്കും. അത് എന്തുകൊണ്ട് എന്ന കാര്യം ഞങ്ങൾ വിശദമായി പരിശോധിക്കും, തിരുത്തൽ നടപടികൾ സ്വീകരിക്കും. അതല്ലേ കോമഡി? അല്ല, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. മോങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? തോറ്റു എന്ന് പറഞ്ഞാൽ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങും. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അങ്ങോട്ട് പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. തോൽവി പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, തോൽവി നേരിട്ടിട്ടുണ്ട്, പലപ്പോഴും ജയിച്ചിട്ടുണ്ട്. തോറ്റപ്പോഴും ധൈര്യമായി മുണ്ടും മടക്കി കുത്തി നിന്ന് പ്രവർത്തിച്ച പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേറെ, ഇത് വേറെ. അതവിടെ അന്നേരം കാണാം, അന്നേരം കാണാം, നോക്കാം. ഇല്ല, എന്നാലും ഉണ്ടല്ലോ. അതൊന്നും വലിയ പ്രശ്നമില്ലെന്ന്, ഇതൊന്നുമായി ബന്ധമില്ല. തദ്ദേശ നമ്മുടെ തെരഞ്ഞെടുപ്പ് അതിനേതായ ജനങ്ങളെ സ്വാധീനിച്ച പ്രശ്നം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുക. എന്നാൽ സെമിഫൈനൽ എന്നൊക്കെ പറയാൻ UDFന് പറയാം, വേറെ അല്ലാണ്ട് തലയ്ക്ക് വിവരമുള്ളവരാരും പറയുക. ഈ കഴിഞ്ഞ ടൈമിൽ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും പ്രവർത്തനം അല്ലെങ്കിൽ പ്രകടനം അത് വിലയിരുത്തപ്പെട്ടു. അങ്ങനെയൊന്നുമില്ലെന്നേ, ചുമ്മാ ഞാൻ ചോദിക്കും. ഈ പറയുന്നതിൽ വല്ല കാര്യമുണ്ട്. നല്ല ഒന്നാം തരം പെൻഷൻ എഴുതുക, ഇഷ്ടം പോലെ തിന്ന ആളുകൾ, എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് അതിന്റെ പേര് ഇതുമാതിരി പിറപ്പ് പണിയെന്ന് പറയും. ചാപ്പാട് കഴിച്ചാലേ നിങ്ങൾ എനിക്കൊരു കായം മേടിച്ചു തന്നാൽ അതിനൊരു മര്യാദ ഞാൻ നിങ്ങളോട് കാണിക്കുന്നത്.